യെസ്. അപ്പൊ ഇതാ നമ്മൾ കുറച്ചായി വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. ഒന്നാമത് ഇതാ ഈ രണ്ടിനൊക്കെ ഉള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് ഇടാത്തത്. ഇപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ അല്ലേ. ശിവക്ക് സങ്കടം. എന്തിനാ ശിവക്ക് സങ്കടോ? രാവിലെ തന്നെ ആകുമ്പോ ഇപ്പൊ TV കാണണം, കുറച്ച് കാർട്ടൂണൊക്കെ കാണണം, ഇപ്പൊ അതാണ് പരിപാടി. പക്ഷെ മാക്സിമം വെച്ചുകൊടുക്കയില്ല. പിന്നെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച് ഓണാക്കിയല്ലേ, പിള്ളേഴ്സിന്റെ രണ്ടാമത്തെ ഓണാണ് അല്ലേ. അപ്പൊ ഡ്രസ്സൊക്കെ എടുക്കണം, നമുക്ക് പാവാടിയും ബ്ലൗസും വെക്കണം, മുണ്ട് എടുക്കണം. അപ്പൊ ഇന്ന് നമ്മൾ അതിന് പോവാന്ന് വെച്ച്, അപ്പൊ നിങ്ങളെയും കൂടി കാണിക്കാന്ന് വെച്ച് അല്ലേ. അപ്പൊ നമ്മള് ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ്, ബർത്ത്ഡേ ഷോപ്പിംഗ്. രാവിലെ തന്നെ പോകാന്ന് വെച്ചാൽ കാരണം ഇന്നിപ്പോ സൺഡേ ആണ്. അപ്പം വൈകുന്നേരം നമുക്ക് എന്തായാലും വൻ തിരക്കായിരിക്കും. അപ്പൊ ഇതാ സിറ്റപ്പൻ ഫോട്ടോന്റെ ബാക്ക് ക്യാമിലുള്ള സിറ്റപ്പ ഓൻ അച്ഛൻ്റെ ബാക്ക് ക്യാമിൽ നിൽക്കാനാണ് ഇഷ്ടം, ഓൻ ഫ്രണ്ടിൽ അത്ര വരാൻ ഇഷ്ടമല്ല. നമ്മൾ പിന്നെ എപ്പോഴും ഫ്രണ്ടിൽ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇനി വഴിയെ ഓരോ കാര്യങ്ങൾ കാണിച്ചാൽ ഞാൻ എണീക്കട്ടെ, പല്ലൊക്കെ തേക്കട്ടെ, ഇവരുടെ പരിപാടീസൊക്കെ നോക്കിയിട്ട് വേഗം പോട്ടെ. ലേറ്റ് ആയി കഴിഞ്ഞാൽ തിരക്കായി ഫുള്ള് വലിച്ചു വാരി ഇട്ട അവസ്ഥയായിരിക്കും. അപ്പൊ നമ്മൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ട് വേഗം ഒരു 10 മണിയാകുമ്പത്തേക്ക് ഇടുന്നിറങ്ങാന്ന്. അപ്പൊ ഇനി വേഗം പോയി കുളിക്കുകയും പല്ലേക്കൊക്കെ ചെയ്യട്ടെ അല്ലേ. നമ്മൾ വേഗം പോയി ചെയ്യുന്നേന്ന് പറയാം. മുടി ഉണക്കാൻ സ്റ്റൈൽ ചെയ്യാൻ 2 ടൂൾ വേണമെന്നുള്ള കാലമൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ടൂൾ മാത്രം മതി. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് അഗാരോ വോളിമൈസർ HV2179 ഹെയർ ഡ്രയർ ആണ്. ഇതൊരു സാധാരണ ഹെയർ ഡ്രയർ അല്ല, ഹെയർ ഡ്രയറും ഹെയർ സ്റ്റൈലറും ഒരുമിച്ച് കിട്ടുന്ന 2-in-1 വോളിമൈസർ ആണ്. 1200 വാട്ട് പവർഫുൾ എയർ ഫ്ലോ ഉള്ളതുകൊണ്ട് തന്നെ മുടി വളരെ വേഗത്തിൽ ഉണങ്ങും. ഞാൻ ആദ്യം ക്രൗൺ ഏരിയയിൽ നിന്നാണ് തുടങ്ങല്, കാരണം വെച്ചാൽ അവിടെയാണ് വോളിയം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ശേഷം സൈഡ് സെക്ഷൻ ഓരോന്നോരോന്നായി ബ്രഷ് ചെയ്ത് ഡ്രൈ ആക്കും. പിന്നെ ഇതിൽ സെറാമിക് ടെർമലൈൻ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഹീറ്റ് ഒരുപോലെ വിതരണം ചെയ്യുകയും ഫ്രിസ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അയോണിക് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ മുടി കൂടുതൽ സ്മൂത്തായും ഷൈനിയായും കാണാൻ പറ്റും. 3 ഹീറ്റ് സെറ്റിംഗും 2 സ്പീഡ് സെറ്റിംഗും ഉള്ളതിനാൽ ഓരോ ഹെയർ ടൈപ്പിനും അനുയോജ്യമായി ഉപയോഗിക്കാനും 360 ഡിഗ്രി സ്വൈവൽ കോഡ് ആയതിനാൽ ഉപയോഗിക്കുമ്പോൾ വയ ട്വിസ്റ്റ് ആവുകയില്ല. ബിഫോർ ഫ്രിസി ആയിരുന്ന ഹെയർ ഇപ്പോൾ എത്ര സ്മൂത്തായും വോളിയമൈസായും മാറിയെന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. സലൂൺ പോലെ ബ്ലോ ഡ്രൈ ലുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ട്രാവലിലും ജിമ്മിലും ക്യാരി ചെയ്യാനും വളരെ ഈസിയാണ്. ഇത്തരത്തിൽ ഹെയർ സ്റ്റൈലിംഗ് വീട്ടിൽ തന്നെ ചെയ്യണമെങ്കിൽ അഗാരോ വോളിമൈസർ HV2179 തീർച്ചയായും നോക്കാം. പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം വേണ്ടവർ വേഗം പോയി വാങ്ങിക്കോളൂ. അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാലും എപ്പോഴും ലേറ്റ് ആയിട്ട് ഇറങ്ങുള്ളൂ. അതിൻ്റെ നടക്ക് പിന്നെ പിള്ളേഴ്സ് ചെറുതായി ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട് പിള്ളേഴ്സിന്. പിന്നെ വലിയ കുഴപ്പമില്ല. അതിൻ്റെ നടക്ക് ഞാൻ പിന്നെ രണ്ടാക്കും പാലൊക്കെ കൊടുത്തു. പിന്നെ മമ്മിയും ജഡ്ജൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. എന്തായാലും പുറത്ത് പോകുന്നതാണല്ലോ, അപ്പോൾ ഓറും കൂടി വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഇതാ പിള്ളേഴ്സിന് പാലൊക്കെ കൊടുത്ത് നമ്മൾ ഗ്രാൻഡ് തേജസിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാമെന്ന് ചോദിച്ചാൽ പിന്നെ പിള്ളേഴ്സിനൊക്കെ കൂടുതൽ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടലും. അതുകൊണ്ട് അവിടെ തന്നെ പോകാൻ വെച്ചാൽ അവിടെ കണ്ടാൽ ശരിക്കും സൂപ്പർ ഡെക്കറേഷൻ ആക്കിയിട്ട് ഇങ്ങനെ ഓണം വിഷു ഇങ്ങനത്തെ പരിപാടീസൊക്കെ വരുന്ന സമയത്ത് അവരിങ്ങനെ സൂപ്പറായിട്ട് ഡെക്കറേഷനൊക്കെ കൊടുക്കും. അപ്പോൾ ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേഴ്സിന് പുറത്തിറങ്ങി അറിയാലോ, ഇവർക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കണം. അതാണ് ഇവർ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അവിടെ നിന്ന് ബലൂണൊക്കെ കൊടുത്തപ്പോൾ പറയണ്ട, സിട്ടപ്പനാണെങ്കിൽ ഉറങ്ങിയിട്ട് മര്യാദയ്ക്കല്ല ചങ്ങായി എണീച്ചത്. ഒരു ശീലക്കേടൊക്കെ ഉണ്ട് അതിൻ്റെ. ശിവ പിന്നെ ഫുൾ ആക്റ്റീവാണ്. പിന്നെ നമ്മളിതാ സിട്ടപ്പനെ ഡ്രസ്സൊക്കെ നോക്കാമെന്ന്. ചങ്ങായിക്ക് എനിക്ക് ഈ ഒരു ഡ്രസ്സില്ല, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. പക്ഷേ എങ്കിൽ സൈസില്ല, അതുകൊണ്ട് തന്നെ വാങ്ങിയില്ല. പിന്നെ വലുത് വാങ്ങിയിട്ട് കാര്യമില്ല, ഒരുമാതിരി ഇതുണ്ടാവും. അതുകൊണ്ട് പിന്നെ വലുത് വാങ്ങിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സിട്ടപ്പന് ഇതാ കുറച്ച് ആക്റ്റീവൊക്കെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടാൾക്കുള്ള 2-3 ഡ്രസ്സൊക്കെ എടുത്തു. എനിക്ക് തോന്നുന്ന ഒരു 3 ഡ്രസ്സ് വെച്ച് രണ്ടാൾക്കും എടുത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് ഇപ്പം അങ്ങനെ ഡ്രസ്സൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ വിചാരിച്ച് എന്തായാലും മര്യാദയ്ക്ക് എടുക്കാമെന്ന്. ഇത് എനിക്ക് വിട്ടുകൊടുക്കാനേ തോന്നുന്നുണ്ടായില്ല, പക്ഷേ എങ്കിൽ ഞാൻ പിന്നെ എടുത്തിട്ടില്ല. പിന്നെ ഇവർക്ക് ഈ ട്രഡീഷണൽ വേറെ ഓണമൊക്കെയാണല്ലോ, അപ്പം മുണ്ട് ഷർട്ട് അതേപോലെ പാവടയും ബ്ലൗസ് അങ്ങനത്തെയൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓണത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ വേറെ എവിടെ അങ്ങനെ പോയിട്ടൊന്നുമില്ല. നേരെ നമ്മളിതാ വീട്ടിലെത്തി പിന്നെ ചില്ലറ പരിപാടി പിള്ളേഴ്സിൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ ദിവസം അങ്ങനെ പോയി. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ.